നിരവധി പട്ടിണി പാവങ്ങളെയും സാധാരണക്കാരെയും കബളിപ്പിച്ച് കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഹൈറിച്ച് ഉടമ പ്രതാപനും ഭാര്യ ശ്രീനയും ഉൾപ്പെടുന്ന സംഘം മോഹന വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചത് 10,000-ഓളം പേരെയാണ്. തട്ടിപ്പ് പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചിരുന്ന ദമ്പതികളെ പോലീസും ഇഡിയും വളഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതാപനും ശ്രീനയും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് ഇഡി മരവിപ്പിച്ചു. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇഡിയുടെ കണ്ടെത്തലുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. കമ്പനി 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചത്. തുടർ നടപടിയായിട്ടാണ് കമ്പനി ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിലെ ഇഡിയുടെ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ഹൈറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പെന്നാണ് ഇഡിയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തും മുൻപ് അറസ്റ്റ് ഭയന്ന് കടന്നു കളഞ്ഞ കമ്പനി MD പ്രതാപൻ ദാസനും സിഇഒയും ഭാര്യയുമായ ശ്രീനയ്ക്കും വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ഇഡി ആവശ്യപ്പെട്ടു. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ്, ഉടമകളുടെ 2 വീടുകൾ, തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുള്ള ശാഖകൾ എന്നിവിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡ് നടത്തിയത്. പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത്. ഇന്ത്യയിലാകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളുമുണ്ട്. ഏതാണ്ട് 1,63,000 ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ 50ഓളം ഐഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരുന്നത്. കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനയും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്നാണ് ഇഡി അധികൃതർ പറയുന്നത്. ഇവർക്കെതിരെ മുൻപും സമാന കേസുകൾ ഉള്ള വിവരം കോടതിയെ അറിയിക്കും. ന്യൂസ് 18 കൊച്ചി.